പിണറായി സത്തെ തോൽപ്പിക്കാൻ വേണ്ടി സ്വന്തം MLA സ്ഥാനം രാജിവെച്ചതാണ് നിലമ്പൂരിൽ PV അൻവർ. പക്ഷേ വീണ്ടും തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ടി വന്ന അന്ന് മുതൽ PV അൻവറിൻ്റെ ശത്രു ആര്യാടൻ ഷൗക്കത്ത് എന്ന UDF സ്ഥാനാർത്ഥിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണത്തിൻ്റെ അവസാന ദിവസങ്ങൾ സംജാതമായതോടെ അൻവർ തൻ്റെ നിലപാടും തെരഞ്ഞെടുപ്പ് ലൈനും മാറ്റിപ്പിടിക്കുകയാണ്. ഇടതു സ്ഥാനാർത്ഥിയായ സ്വരാജിനെ കടന്നാക്രമിക്കുകയാണ് ഇപ്പോൾ PV അൻവർ. നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജ് ജയിക്കാൻ പോകുന്നില്ലെന്നും സ്വരാജ് ഇതിനോടകം തന്നെ തോറ്റ് തവിടുപൊടിയായി കിടക്കുകയാണെന്നുമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയായ PV അൻവർ ഇന്ന് വ്യക്തമാക്കിയത്. അതായത് നിലമ്പൂരിലെ ഏറ്റവും പുതിയ സാഹചര്യം അനുസരിച്ച് സ്വരാജിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുകളുണ്ട്. സ്വരാജ് ഈക്വൽ ടു പിണറായി വിജയൻ എന്നാണ്. സ്വരാജിനെ പിണറായി വിജയനായാണ് നിലമ്പൂരിലെ സഖാക്കൾ കാണുന്നതെന്ന ഏറ്റവും മൂർച്ചയേറിയ വെളിപ്പെടുത്തലാണ് ഇന്ന് അൻവർ നടത്തിയിരിക്കുന്നത്. VS അച്യുതാനന്ദനെ പോലും ആക്രമിച്ചവനാണ് സ്വരാജ് എന്നാണ് സഖാക്കൾ തന്നോട് പറഞ്ഞിരിക്കുന്നത് എന്ന അതീവ ഗൗരവകരമായ കാര്യങ്ങൾ മൈക്കും കെട്ടി വിളിച്ചു പറഞ്ഞിരിക്കുന്നു അൻവർ. തൊഴിലാളികൾക്കിടയിലും സ്വരാജിനെതിരെ എതിർപ്പ് രൂക്ഷമാണ്. സ്വരാജ് അല്ലായിരുന്നുവെങ്കിൽ വോട്ട് ലഭിക്കുമായിരുന്നുവെന്നും അൻവർ വെളിപ്പെടുത്തുമ്പോൾ അതിലൂടെ നിലമ്പൂരിൻ്റെ യഥാർത്ഥ ചിത്രമാണ് വ്യക്തമാകുന്നത്. അതായത് ഇടത് വലത് മുന്നണികളാണ് നിലമ്പൂരിൽ മത്സരമെന്നും തോൽക്കാൻ സാധ്യതയുള്ള മുന്നണി ഏതെന്ന് വ്യക്തമാകുന്നതോടെ ആ മുന്നണിയുടെ വോട്ടുകൾ സമാഹരിക്കാനാണ് അൻവർ ആദ്യം മുതൽ തന്നെ പദ്ധതിയിട്ടത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആദ്യം ആര്യാടൻ ഷൗക്കത്തിൻ്റെ അതായത് UDF സ്ഥാനാർത്ഥിക്ക് നേരെ പദ്ധതിയിട്ടത്. എന്നാൽ അൻവർ കണക്കു കൂട്ടിയതുപോലെ നടന്നതേയില്ല. ആര്യാടൻ ഷൗക്കത്തിനെതിരെ മുസ്ലിം ലീഗ് തിരിയുന്നുവെന്നും ആ വോട്ടുകൾ സമാഹരിക്കാമെന്നും കണക്ക് കൂട്ടിയ അൻവറിനെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ പ്രകടനം. കുഞ്ഞാലിക്കുട്ടി തന്നെ വീടാന്തരം കയറിയിറങ്ങുന്നു. പാണക്കാട്ട് തങ്ങന്മാർ നിലമ്പൂരിൽ തന്നെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ വിലയിരുത്തുന്നു. മലപ്പുറത്തെ ലീഗ് നേതാക്കളും പ്രവർത്തകരും ഷൗക്കത്തിന്റെ വിജയം ഉറപ്പാക്കുന്നു. അവർ വഴി തന്നെ സുന്നി വിഭാഗങ്ങളെ മുഴുവൻ കൂടെ ചേർക്കുന്നു. ആ സാഹചര്യത്തിൽ UDF സ്ഥാനാർത്ഥിയെ തൊടാൻ കഴിയാത്ത രീതിയിൽ അതിവേഗം മുന്നേറുന്നു എന്ന യാഥാർത്ഥ്യം ഉറപ്പിക്കുകയാണ് PV അൻവർ. അതോടുകൂടിയാണ് LDF വോട്ടുകളെ ലക്ഷ്യം വെച്ച് PV അൻവർ തൻ്റെ ടാക്ടീസ് തന്നെ മാറ്റിയിരിക്കുന്നത്. സ്വരാജിന്റെ തോൽവി ഉറപ്പാണെന്നും ആ വോട്ടുകൾ പാഴാക്കാതെ തന്നിലേക്ക് അടുപ്പിക്കുകയുമാണ് അൻവർ തുടങ്ങിയിരിക്കുന്ന നീക്കം. ഇപ്പോൾ പ്രചരണത്തിന്റെ ആദ്യ ദിനങ്ങളിൽ വളരെ പിന്നിലായിരുന്നു അൻവർ. അപ്പോൾ പുറത്തു വന്ന സർവേയിലാണ് അൻവർ വെറും 4% മാത്രം വോട്ടുകളെ നേടുകയുള്ളൂ എന്ന് പറഞ്ഞത്. എന്നാൽ 3-4 ദിവസങ്ങളിലായി അത്ഭുതകരമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് PV അൻവർ. അതിലൽപ്പം പ്രതീക്ഷ വന്ന അൻവർ തനിക്കിനി പിടിക്കാൻ കഴിയുന്ന വോട്ടുകൾ ഇടതുപക്ഷത്തിൻ്റേത് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതോടുകൂടിയാണ് തൻ്റെ ആക്രമണം ഇപ്പോൾ സ്വരാജിലേക്ക് തിരിച്ചുവിട്ടിരിക്കുന്നത്. സ്വരാജിനെ മാത്രമല്ല, സ്വരാജ് വഴി പിണറായി വിജയനെയും പിണറായി വിജയൻ വഴി സ്വരാജിനെയും കടന്നാക്രമിക്കുകയാണ് അൻവർ. പിണറായി വിജയനും ജനങ്ങളും തമ്മിലാണ് നിലമ്പൂരിൽ ഏറ്റുമുട്ടലെന്നും പിണറായി നടത്തുന്നത് ഏകാധിപത്യമാണെന്നും പറയുന്ന PV അൻവർ പൂർണ്ണമായും പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടമാക്കി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ വീണ്ടും മാറ്റിയിരിക്കുകയാണ്. മുതലാളി വർഗ കുടുംബാധിപത്യ പാർട്ടിയായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാറി. പിണറായി സത്തിനും മനുമോനും കൂടി കീഴ്പ്പെട്ടാൽ പാർട്ടി ഉണ്ടാകില്ലെന്നും അൻവർ CPMകാരെ ഓർമ്മിപ്പിക്കുകയാണ്. താൻ രാജിവെച്ചില്ലായിരുന്നുവെങ്കിൽ ഇവിടത്തെ വന്യജീവി പ്രശ്നം ആരാണ് ചർച്ച ചെയ്യുകയെന്നും ഉപതെരഞ്ഞെടുപ്പ് വന്നതോടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLAമാരും അടക്കം നിലമ്പൂരിലെ ആളുകളുടെ അടുത്തു പോയി കാലു പിടിക്കുകയാണെന്നും അൻവർ പറയുകയാണ്. PV അൻവർ രാജിവെച്ചതുകൊണ്ട് അവർ അടുക്കള നിരങ്ങുകയാണ്. ജനങ്ങളാണ് വലുത് എന്നവർ ബോധ്യപ്പെട്ടുവെന്നും അൻവർ ആഞ്ഞടിക്കുന്നു. പിണറായി വിജയനെയും സ്വരാജിനെയും മാത്രമല്ല, അവർക്ക് വേണ്ടി വോട്ട് ചോദിക്കാനെത്തിയ സാംസ്കാരിക നായകന്മാരെയും അൻവർ വെറുതെ വിട്ടില്ല. സാഹിത്യകാരന്മാർക്ക് അവരുടെ വീട്ടിൽ തന്നെ വോട്ടില്ലല്ലോ എന്ന പരിഹാസമാണ് അൻവർ നടത്തിയത്. വന്യജീവി പ്രശ്നം രൂക്ഷമായപ്പോഴും മനുഷ്യത്വ വിരുദ്ധ പ്രശ്നങ്ങൾ നടന്നപ്പോഴും ഈ സാഹിത്യകാരന്മാർ എവിടെയായിരുന്നു? അവർ വിഷയത്തിൽ ഇടപെടുകയോ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഓർമ്മിപ്പിച്ച PV അൻവർ LDF അടിമുടി കാപട്യമാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ് നിലമ്പൂരിന്റെ മണ്ണിൽ. അങ്ങനെ പൂർണ്ണമായും LDFനെയും പിണറായി വിജയനെയും അതുവഴി സ്ഥാനാർത്ഥിയെയും തുറന്നു കാട്ടുകയാണ് അദ്ദേഹം. അതിനർത്ഥം തനിക്കിതുവരെ വോട്ട് ചെയ്ത CPMകാരെ ഒരിക്കൽ കൂടി ഒപ്പം
ചേർക്കുക എന്നുള്ളത് തന്നെയാണ്. സ്വരാജിന്റെ വോട്ടുകൾ തകർത്ത് തന്റെ ലക്ഷ്യത്തിനായി നിലകൊള്ളുക എന്ന അദ്ദേഹത്തിന്റെ ആത്യന്തിക തീരുമാനത്തിലേക്ക് വോട്ടെടുപ്പിന്റെ അവസാന നാളുകളിൽ അൻവർ എത്തിയിരിക്കുന്നു. അത് UDF ക്യാമ്പുകളിൽ വലിയ ആഹ്ലാദവും ആവേശവുമാണ് നൽകിയിരിക്കുന്നത്.